എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ. Instruction queue and prefetching. This was the diagram that we discussed in the last class. In order to reduce instruction hazard concept നിങ്ങൾക്കുണ്ട്. When our processor is trying to fetch instruction from the memory, അവിടെ ഒരു ഡിലേ ഉണ്ടാവും. ഓർ ഡാറ്റ നോട്ട് അവൈലബിൾ ഇൻ ക്യാഷ് മെമ്മറി, അവിടെയും ഒരു ഡിലേ ഉണ്ടാവും. ഈ രണ്ട് ചാൻസ് ആണ് ഇൻസ്ട്രക്ഷൻ ഹസാർഡിന് ലീഡ് ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓർ റെഡ്യൂസ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ്, ഹിയർ വി ഹാവ് യൂസിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി ആൻഡ് പ്ലേസിംഗ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ ക്യൂ. ഇനി ഈ ഇൻസ്ട്രക്ഷൻ ക്യൂ എന്നാണ് വി ഹാവ് എ ഡിസ്പാച്ച് യൂണിറ്റ് ഓർ ഡീകോഡർ യൂണിറ്റ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ദെൻ ഇറ്റ് കണ്ടിന്യൂസ് എക്സിക്യൂഷൻ ആൻഡ് റൈറ്റ് ബാക്കിംഗ് ദി റിസൾട്ട്. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫെച്ച് യൂണിറ്റ് എപ്പോഴും ബിസി ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ പ്ലേസ് ഉണ്ടെങ്കിൽ അത്രയും ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ അവൈലബിൾ ആണ്. ദെൻ ഡിസ്പാച്ച് യൂണിറ്റിന് എന്ത് ചെയ്യാം? ഇൻസ്ട്രക്ഷനെ 1 by 1 ആയിട്ട് എടുത്തിട്ട് ഡീകോഡ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. മീൻ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് ആർ ഓൾവേസ് അവൈലബിൾ ഇൻ ഇൻസ്ട്രക്ഷൻ ക്യൂ. അഡ്വാൻസ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ക്യൂവിലുണ്ട്. അപ്പം ദെയർ ബൈ വി ക്യാൻ റെഡ്യൂസ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ്സ്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇനി ഡിസ്പാച്ച് യൂണിറ്റ് എന്തേലും ഡിലേയിലേക്ക് പോയി. കാരണം എന്താ? ഡിസ്പാച്ച് യൂണിറ്റ് ടേക്കിംഗ് ഇൻസ്ട്രക്ഷൻ ഫ്രം ഇൻസ്ട്രക്ഷൻ ക്യൂ ആൻഡ് ട്രൈങ് ടു എക്സിക്യൂട്ട് ഇറ്റ്. അപ്പൊ എന്തായാലും എക്സിക്യൂഷൻ ടൈമിൽ ഒരു ഡിലേ പോയി കഴിഞ്ഞാലും ഫെച്ച് യൂണിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഫെച്ച് യൂണിറ്റ് ക്യാൻ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. അയാൾക്ക് എപ്പോഴും ഫെച്ച് ചെയ്യാം. ഇറ്റ് ക്യാൻ പ്ലേസ് ഇൻസ്ട്രക്ഷൻ ടു ഇൻസ്ട്രക്ഷൻ ക്യൂ. ഡിസ്പാച്ച് യൂണിറ്റ് എന്ത് ചെയ്താൽ മതി? ഇൻസ്ട്രക്ഷൻ ക്യൂന്ന് ഡാറ്റനെ എടുത്താൽ മതി. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഡാറ്റ അവൈലബിൾ ഇൻ ഇൻസ്ട്രക്ഷൻ ക്യൂ. ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ. അർപ്പിത് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹലോ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹലോ, എനിക്ക് കേൾക്കാം. ഇൻസ്ട്രക്ഷൻ ക്യൂവിന്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. ഇൻസ്ട്രക്ഷൻ ക്യൂവിന്റെ എന്താ പറയാ, ആദ്യം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം. അതിനൊരു യൂണിറ്റ് ഉണ്ടാവും. യെസ്. എന്നിട്ട് അത് ക്യൂലേക്ക് പാസ് ചെയ്യും. എന്തായിരുന്നു നമ്മുടെ എയിം? മെയിൻ എയിം എന്താ പറയാ, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് കണ്ടിന്യൂസ് ആയിട്ട് എക്സാക്ട്ലി. താങ്ക് യു. അപ്പൊ ഓർക്കുക, ഹസാർഡ് ഇൻസ്ട്രക്ഷൻ ഹസാർഡ് വരുന്നത് പ്രോപ്പറായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ്. ഡാറ്റ നോട്ട് അവൈലബിൾ ഇൻ ക്യാഷ് മെമ്മറി. പക്ഷെ നമുക്ക് ഇപ്പൊ എന്തുണ്ട്? വി ഹാവ് എൻ എക്സ്ട്രാ ഫെച്ച് യൂണിറ്റ് fetching instruction from the memory and placing it into instruction queue. Now all these instructions are available in instruction queue. Advanced ആയിട്ട് അവൈലബിൾ ആണ്. സോ ഡീകോഡർ യൂണിറ്റിന് എന്ത് ചെയ്യാം? 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷൻ എടുക്കാം, ഫെച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഡയഗ്രാം എക്സ്പ്ലനേഷൻ ഐശ്വര്യ ആൻഡ് അമൽ രവീന്ദ്രൻ, അനൈന. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ നോക്കുക. പിന്നെ സെക്കൻഡ് കോൺസെപ്റ്റ് വിച്ച് ലീഡ്സ് ഇൻ ഹസാർഡ് ആയിരുന്നു കോൺസെപ്റ്റ് ഓഫ് ബ്രാഞ്ച്. ബ്രാഞ്ച് ഹസാർഡിന് കാരണമാവുന്നു. എന്തുകൊണ്ടായിരുന്നു? വെൻ വി ആർ എക്സിക്യൂട്ടിങ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടാവും. ടൈമിൽ നമുക്കത് കാണാം. പക്ഷെ നമ്മൾ എപ്പം ബ്രാഞ്ച് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു അനദർ അഡ്രസ്. ബ്രാഞ്ച് ടാർഗറ്റിൽ പോയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫെച്ച് ചെയ്ത് വെച്ച കുറെ ഇൻസ്ട്രക്ഷൻ വേസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ. അപ്പം ബ്രാഞ്ചിങ്ങും എന്തായിരുന്നു? നമ്മളെ ഡിലേ ഉണ്ടാവുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ക്ലോക്ക് സൈക്കിൾ വേസ്റ്റ് ആവാനുള്ള ഒരു കാരണമാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മളൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യൂവിൽ ഉണ്ടെന്ന് കരുതുക. ഞാനൊരു റെപ്രസെന്റേഷനിലേക്ക് പോവാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. സപ്പോസ് ഇതെന്റെ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നു. 4 സ്ലോട്ട് ഉണ്ട്. 4 സ്ലോട്ട് ഡിനോട്ടിങ് ഫെച്ച്, ഡീകോഡ്, റൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഫെച്ച്, this is decode, then this is execute, then this is writing back the result. Suppose ഇതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നപ്പം സെയിം ടൈം നമ്മുടെ പൈപ്പ് ലൈൻ പ്രൊസസർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇറ്റ്സ് കണ്ടിന്യൂ ഫെച്ചിങ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, വിച്ച് മീൻസ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇറ്റ്സ് ഐഡന്റിഫൈങ്. വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് ഫസ്റ്റ് ഇറ്റ് ഈസ് ഫെച്ച്, സെക്കൻഡ് ഇറ്റ് ഈസ് ഡീകോഡ്, then execution and write back.
ഓക്കെ, ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുത്തിട്ടുണ്ടാവും. ദെൻ ഡ്യൂറിങ് എക്സിക്യൂഷൻ ഓർ ഡീകോഡിംഗ് സ്റ്റേജ് വി ആർ ഐഡന്റിഫൈങ് ദാറ്റ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ആ സമയത്ത് അത് പിന്നെ പോകുന്നത് ഫെച്ച് ചെയ്യുന്നത് കണ്ടിന്യൂ ഫെച്ചിങ് ടാർഗറ്റിനെയാണ് ഫെച്ച് ചെയ്യുന്നത്. വി ക്യാൻ സേ ഇറ്റ് ആസ് ടാർഗറ്റ്. ഈ ടാർഗറ്റ് അഡ്രസ് പോയിട്ട് ഫെച്ച് ചെയ്യും. ദെയർബൈ വി ഹാവ് ടു റോൾ ബാക്ക് ദിസ് ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും, ഫ്ലഷ് ചെയ്യേണ്ടി വരും, റോൾ ബാക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു കേസ് ഡ്യൂറിങ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെ നമ്മുടെ കറണ്ട് സെനാരിയോ സോൾവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബ്രാഞ്ച് ഓൾവേസ് കോസിങ് പ്രോബ്ലം ഇൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. പക്ഷെ ഈ ഒരു സെനാരിയോ സെപ്പറേറ്റ് ഫെച്ച് യൂണിറ്റ്, ഡിസ്പാച്ച് യൂണിറ്റ് എങ്ങനെ അത് സോൾവ് ഔട്ട് ചെയ്യുന്നു എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എന്റെ കൂടെ വരുന്നുണ്ടോ എല്ലാവരും? ആദിത്യ, ഐശ്വര്യ, അമൽ രവീന്ദ്രൻ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അനുപമ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് പറയാണ്, ഈ ഒരു ഡയഗ്രാം ഞാൻ കുറച്ച് വലിയ സ്ക്രീനിൽ കാണിക്കുന്നു, ആരും ലീവ് ചെയ്യരുത്. സപ്പോസ് ഐ ഹാവ് ക്ലോക്ക് സൈക്കിൾ ലിസ്റ്റഡ് 1 2 3 4 5 6 ഇങ്ങനെ ക്ലോക്ക് സൈക്കിൾ ഞാൻ മേലെ എഴുതിയിട്ടുണ്ട്. ടൈം നോക്കാം. ദെൻ സെപ്പറേറ്റ്ലി ഐ ആം മെയിൻറ്റെയിനിങ് എ ക്യൂ വിച്ച് മീൻസ് ഫെച്ച് യൂണിറ്റ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി ആൻഡ് പ്ലേസിങ് ഇറ്റ് ഇൻ ടു ക്യൂ. ഇതാണ് എന്റെ ക്യൂ. ഇനി നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഫെച്ച് യൂണിറ്റ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്ലേസിങ് ഇറ്റ് ഇൻ ടു എവിടെ? ക്യൂവിൽ പ്ലേസ് ചെയ്യുന്നു. ഫെച്ച് യൂണിറ്റ് അപ്പൊ തന്നെ ആ ഫെച്ച് യൂണിറ്റ് എടുത്ത ഇൻസ്ട്രക്ഷനെ ഡിസ്പാച്ചർ അല്ലെങ്കിൽ ഡീകോഡർ യൂണിറ്റ് എടുക്കുന്നു. അപ്പം ക്യൂ ലെങ്ത് ഒന്നേ ഉള്ളൂ, ഒന്ന് ഉണ്ടായിരുന്നു, അത് ഫെച്ച് യൂണിറ്റ് എടുത്ത് തന്നെ ഡീകോഡർ യൂണിറ്റ് എടുത്തു എന്ന് കരുതുക. ഇനി സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിലും ഒരു ഫെച്ച് നടന്നു, ഡീകോഡർ യൂണിറ്റ് ഒന്ന് അതിനെ തന്നെ എടുക്കാൻ പറ്റി. ദെൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ എഗെയിൻ ഫെച്ച് യൂണിറ്റ് ഒന്ന് എടുത്തു, ക്യൂ ലെങ്ത് 1 ആണ്, ഡീകോഡർ യൂണിറ്റ് അത് എടുത്തു. നാലാമത്തെ ക്ലോക്ക് സൈക്കിളിലും ഫെച്ച് യൂണിറ്റ് ഒന്ന് എടുത്തു, ഡീകോഡർ ഒന്ന് എടുത്തു. ഇനി നോക്കുക, അഞ്ചാമത്തെ ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ നമ്മുടെ കറണ്ട് ഇൻസ്ട്രക്ഷൻ 2 സ്റ്റേജസ് ഡിലേ ഫേസ് ചെയ്യുന്നു. അവർ കറണ്ട് ഇൻസ്ട്രക്ഷൻ ഫേസിങ് 2 സ്റ്റേജസ് ഡിലേ ഫേസ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പം ഡിലേ 2 വന്നു എന്നാകുമ്പോൾ അഞ്ചാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഫെച്ച് നടക്കുന്നുണ്ട്, ആറാമത്തെ ക്ലോക്ക് സൈക്കിളിലും ഫെച്ച് യൂണിറ്റ് ഫെച്ച് ചെയ്തിട്ട് ക്യൂവിലേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യൂവിൽ ടോട്ടലി അപ്പൊ എത്ര ഇൻസ്ട്രക്ഷൻസ് ആയിട്ടുണ്ട്? 3 ഇൻസ്ട്രക്ഷൻ ആയിട്ടുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നോർമലി ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഒന്ന് ഫെച്ച് ചെയ്തു, ഡീകോഡർ അതിനെ എടുത്തു. സെക്കൻഡ് സൈക്കിൾ ഫെച്ചിങ് ഡീകോഡർ എടുത്തു. തേർഡ് യൂണിറ്റിലും ഫെച്ച് ചെയ്തു, ഡീകോഡർ എടുത്തു. ഫോർത്ത് യൂണിറ്റിലും ഫെച്ച് ചെയ്തു, ഡീകോഡർ എടുത്തു. ഫോർത്ത് ഇൻസ്ട്രക്ഷൻ വരെ ഓക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെയാണ് നമുക്ക് ഇതിന്റെ ഡിലേ ഇഫക്റ്റ്, 2 ഡിലേ ഇങ്ങനെ വരുന്നത്. ഈ 2 ഡിലേ വരുമ്പം ക്ലോക്ക് സൈക്കിൾ 6 ആകുമ്പോഴേ ആ ഇൻസ്ട്രക്ഷൻ ക്യൂവില് 3 ഇൻസ്ട്രക്ഷൻ അവിടെ ഉണ്ടാവും. കാരണം 2 ക്ലോക്ക് സൈക്കിൾ ഡിലേ വരുമ്പം ഇൻസ്ട്രക്ഷൻ ക്യൂവില് 3 ഇൻസ്ട്രക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മുന്നോട്ട് പോവാം. ഈ പറഞ്ഞത് ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്താലോ. ആരോമൽ, ഫസ്ന. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, 4 ഇതുണ്ടോ, ഫെച്ച് ഡീകോഡ് രണ്ടാമത്തത് ഓക്കെ, ഫെച്ച് ഡീകോഡ് ഇവിടെ കുഴപ്പമില്ല. മൂന്നാമത്തതും എക്സിക്യൂട്ട് ചെയ്യും. ഈ എക്സിക്യൂഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന വിചാരിച്ചിട്ട് നമ്മളിവിടെ ഫെച്ച് ചെയ്തു, അതും കുഴപ്പമില്ല. പക്ഷെ എക്സിക്യൂഷൻ നടക്കുന്നത് എന്താണ്? 5th ക്ലോക്ക് സൈക്കിളാണ്. അവിടെ 2 ഡിലേ വന്നു. ടോട്ടലി നമ്മുടെ പൈപ്പ് ലൈനിൽ ഇപ്പൊ 2 ഡിലേ ഇൻ ഇഫക്റ്റ് വന്നിട്ടുണ്ട്. 2 ഡിലേ വരുമെന്ന് പറയുമ്പോൾ ഫെച്ച് യൂണിറ്റ് ഫെച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിസ്പാച്ചർ യൂണിറ്റ്, ഡീകോഡർ യൂണിറ്റിന് 2 ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആകുമ്പോൾ ആറാമത്തെ ക്ലോക്ക് സൈക്കിളിൽ 3 ഇൻസ്ട്രക്ഷൻ ഇപ്പൊ ക്യൂവിലുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അഞ്ജിത, മുഹമ്മദ് നിഹാൽ, സേജൽ, ഷബിൻ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലോക്ക് സൈക്കിൾ 6 3 ഇൻസ്ട്രക്ഷൻ വന്ന് കിടക്കുന്നുണ്ട്. ഡിലേ, ഡിസ്പാച്ചർ യൂണിറ്റിന് ഡിലേ വന്നു, 2 ക്ലോക്ക് സൈക്കിൾ ഡിലേ വന്നതുകൊണ്ട് 3 ഇൻസ്ട്രക്ഷൻ വന്നു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി സിമ്പിൾ ആണ് കാര്യം, 3 ഇൻസ്ട്രക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി സപ്പോസ് ഡിലേ 2 എണ്ണം വന്നു. ഈ സമയത്ത് i5 ഇൻസ്ട്രക്ഷനെ ഡിലേ ഉള്ള ടൈമിൽ നമ്മുടെ ഫെച്ച് യൂണിറ്റ് ഫെച്ച് ചെയ്തെടുത്തു എന്ന് കരുതുക. അപ്പം i5 ഇൻസ്ട്രക്ഷൻ കണ്ടോ, ക്ലോക്ക് സൈക്കിൾ 5 i5 ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ചിങ്. അപ്പം i5 ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താണ്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്താലും നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അങ്ങ് ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ റോൾ ബാക്ക് ചെയ്യേണ്ടി വരിക. ശരിയല്ലേ? നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരിക.
ബ്രാഞ്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ആക്ച്വലി പോകേണ്ടത് ടാർഗറ്റിലേക്കാണ്. അതിന് മുന്നേ നമ്മൾ പൈപ്പ് ലൈനിങ്ങിലേക്ക് വെച്ച ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കിനി പ്രോബ്ലം ആവും നോർമൽ കേസിൽ. പക്ഷെ നിങ്ങൾ നോക്കുക, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഏത് 5th ക്ലോക്ക് സൈക്കിൾ ഫെച്ച് ചെയ്തു. ദെൻ 6th ക്ലോക്ക് സൈക്കിളിലെ I6 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ റോൾ ബാക്ക് ചെയ്യേണ്ടി വരും. ദെൻ 7th ക്ലോക്ക് സൈക്കിൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രാഞ്ച് ടാർഗറ്റിലേക്ക് പോയിട്ട് അതിനെ ഫെച്ച് ചെയ്യണം. കണ്ടോ, 7th ക്ലോക്ക് സൈക്കിൾ ബ്രാഞ്ച് ടാർഗറ്റിനെ ഫെച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കുക, 6 ക്ലോക്ക് സൈക്കിൾ നമ്മൾ വേസ്റ്റ് ആവും നോർമൽ കേസിൽ, വേസ്റ്റ് ആവേണ്ടതാണ്. പക്ഷെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 6th ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു. ആ സമയത്ത് 7th വരുമ്പോൾ 4th ഇൻസ്ട്രക്ഷന്റെ ഡീകോഡിങ് നടക്കുന്നുണ്ട്. അപ്പം ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ സ്റ്റേജിലും 1ൽ ഒന്ന്, 2nd ഒരു ഡീകോഡ്, 3rd വേറൊരു ഡീകോഡ് നടക്കുന്നുണ്ട്, 4th ഫെച്ച് ചെയ്തു, നോർമലി വരേണ്ടതാണ് പക്ഷെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. 6th റോൾ ബാക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നു. 7th സ്റ്റേജിൽ നമ്മൾ 4th ഇൻസ്ട്രക്ഷൻ, ഓൾറെഡി ഡിലേയിൽ ഉണ്ടായിരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നു. പിന്നെ ക്യൂ ഉണ്ടോ, 1 by 1 ആയിട്ട് ഫെച്ച് ഡീകോഡ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ക്യൂ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞ് വീണ്ടും അത് നോർമലി 1 ആയിട്ട് വരുന്നതും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ക്യൂവില് ഓൾറെഡി ഡാറ്റ അവൈലബിൾ ആയത് കൊണ്ട് ബ്രാഞ്ച് വന്നപ്പോഴും നമ്മുടെ പൈപ്പ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഫീല് നമുക്കുണ്ട്. ക്യൂവില് ഓൾറെഡി ഡാറ്റ ഉള്ളത് കൊണ്ട് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നപ്പോഴും ഓൾറെഡി ഉള്ള ഡാറ്റ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, ഒന്നെടുത്തു ഒന്ന് ഡീകോഡ് ചെയ്തു, ഒന്നെടുത്തു ഒന്ന് ഡീകോഡ് ചെയ്തു. ആ നോർമൽ ഫ്ലോ നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി, പൈപ്പ് ലൈനിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇതാണ് ക്യൂ സീക്വൻസ് വന്നപ്പം ബ്രാഞ്ചിങ് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ എയിം എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് പ്രോബ്ലം ഉണ്ടാക്കരുത്, ഹസാർഡ് ഒന്നും ഉണ്ടാവരുത്, ഫ്ലോ നല്ല രീതിയിൽ നടക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്യൂ കൊണ്ടുവന്നു. പ്രീവിയസ് സ്ലൈഡിലേക്ക് പോവാം. ഒരു ക്യൂ നമ്മൾ കൊണ്ടുവന്നു. ഇനീഷ്യലി പ്രോബ്ലം ഒന്നും ഇല്ലാത്തപ്പം ക്യൂവിൽ ഒന്നുണ്ടായിരുന്നു, ഡീകോഡർ യൂണിറ്റ് അതെടുത്തു. രണ്ടാമത്തേന്നും ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡർ എടുത്തു, 3 എടുത്തു. 4ൽ എത്തുമ്പോൾ മനസ്സിലായി ദർ ഈസ് എ ഡിലേ. 2 ഡിലേ, 4ലാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമ്മൾ നോർമലി തീരും എന്നുള്ള രീതിയിൽ ഫെച്ച് ചെയ്തു. 4ൽ ഉണ്ടാകുന്ന ഡിലേ 2 വന്നപ്പം 5ാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ക്യൂവിലേക്ക് എക്സ്ട്രാ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു. 6ാമത്തെ ക്ലോക്ക് സൈക്കിളിൽ വീണ്ടും ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ വന്ന് കിടക്കുന്നു. ടോട്ടലി 3 ഇൻസ്ട്രക്ഷൻ ക്യൂവിലുണ്ട്. ഇനി I5ൽ നമ്മളൊരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുന്നേ വീണ്ടും നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് വെക്കും, I6നെ ഫെച്ച് ചെയ്യും. ഇനി ബ്രാഞ്ച് ടേക്കൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രാഞ്ചിലേക്കാണ് പിന്നെ പോവുക, FKയിലേക്കാണ് പോവുക. അപ്പം I6ൽ നമ്മൾ കൺസിഡർ ചെയ്ത ഇൻസ്ട്രക്ഷനെ നമ്മൾ റോൾ ബാക്ക് ചെയ്യേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും. നോർമലി അതൊരു ഡിലേ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ക്യൂന്ന് നമ്മൾ എടുത്തു വെച്ചത് കൊണ്ട് 7th ക്ലോക്ക് സൈക്കിളിൽ വി ആർ എക്സിക്യൂട്ടിങ് 4th ഇൻസ്ട്രക്ഷൻ. ദെൻ 8th ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴേക്കും നമുക്ക് ബ്രാഞ്ച് ടാർഗറ്റിനെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ക്യൂ ലെങ്ത് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് എക്സിക്യൂഷൻ ഫ്ലോയിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ സർക്യൂട്ടറി തരുന്നത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നോട്ട് എഴുതുമ്പോൾ മനസ്സിലാവും. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, തുളസി, തേജ, വിഷ്ണു. തുളസി ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യോ? തുളസി തുളസി ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്താ മനസ്സിലായേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക്. തുളസി ഉണ്ടോ അവിടെ? ദെൻ വിഷ്ണു, വിഷ്ണു ഒന്ന് ട്രൈ ചെയ്യുന്നോ? വിഷ്ണു, വിഷ്ണു, സെവിൻ ഓർ സേജൽ, ഒരാളൊന്ന് ട്രൈ ചെയ്തേ, സെവിൻ ഓർ സേജൽ. ക്യൂ ലെങ്ത് എന്തെയ്യുന്നു? ക്യൂ ലെങ്ത് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നോർമലി ക്യൂവിൽ നമ്മൾ ഫസ്റ്റ് ഫെച്ച് യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ക്യൂ ലെങ്ത് 1 ആയി. ആ ലെങ്ത് ഡിസ്പാച്ച് യൂണിറ്റിന് 1 എടുക്കാൻ പറ്റും.
കാരണം 1 ഇൻസ്ട്രക്ഷൻ അവൈലബിൾ ഇൻ ക്യൂ, ഡിസ്പാച്ചർ യൂണിറ്റ് അത് എടുത്തു. സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിലും ഫെച്ച് യൂണിറ്റ് ഒന്ന് ഫെച്ച് ചെയ്ത് ക്യൂല് വെച്ചു, ഡിസ്പാച്ചർ യൂണിറ്റ് അത് എടുത്തു. തേർഡ് ക്ലോക്ക് സൈക്കിളിൽ ഫെച്ച് ചെയ്തും എടുത്തു, ഫോർത്തിലും എടുത്തു, ഡിസ്പാച്ചർ എടുത്തു. ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ കണ്ടോ, ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ നമ്മുടെ ഡിലേ അവിടെ ഫേസ് ചെയ്ത് തുടങ്ങി. നോർമലി നമ്മൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും എക്സിക്യൂഷൻ കഴിയുന്നതാണ്, 4 വേണ്ടുള്ളൂ, ഇവിടെ കഴിയുന്നതാണ് നമ്മൾ കരുതുക. 2 ക്ലോക്ക് സൈക്കിൾ ഡിലേ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മളെ ഡിസ്പാച്ചർ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ എടുക്കൂല. അപ്പൊ അത് 5 ആകുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ 2 ആയിട്ടുണ്ടാവും ക്യൂവില്, 6 ആകുമ്പോഴേക്കും 3 ഇൻസ്ട്രക്ഷൻ ക്യൂവിലായിട്ടുണ്ടാവും. നോർമൽ ഫ്ലോയിൽ നിന്ന് 2 കൂടി എക്സ്ട്രാ വന്നു, 6 1 വേണ്ടുള്ളൂ ശരിക്കും, പക്ഷെ 2 ഡിലേ വന്നതുകൊണ്ട് 3 ഇൻസ്ട്രക്ഷൻ ഇപ്പം ക്യൂവിലുണ്ട്. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക ഈ ഒരു പ്രോബ്ലം ഇനി ബ്രാഞ്ചിങ്ങിലേക്ക് വരുമ്പോൾ I5 നമ്മൾ ബ്രാഞ്ച് വന്നു, ബ്രാഞ്ചിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇതിനെ നമ്മൾ കളയണം. I6 നമ്മൾ ഇതിനെയാണ് നമ്മൾ റോൾ ബാക്ക് ചെയ്ത് കളയുന്നത്, ഈ ബ്ലൂ പോയിന്റർ ഉള്ളതിനെ. പക്ഷെ എന്തുണ്ട് ശരിക്കും, നമ്മൾ അതിനെ കളഞ്ഞാലും നമ്മുടെ എക്സിക്യൂഷൻ അത് എഫക്ട് ചെയ്യുന്നില്ല. ഓൾറെഡി ഉള്ള ഇൻസ്ട്രക്ഷൻ നോർമൽ ഫ്ലോയിൽ ഇങ്ങനെ പിന്നെ 2 1 നോർമൽ ഫ്ലോയിൽ ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. ആ ഒരു പ്രൊസീജിയർ നോർമൽ ഫ്ലോയിൽ പോകുന്നു. പൈപ്പ് ലൈനിങ് ഫ്ലോ എപ്പോഴാ, ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, ആ ഒരു സ്റ്റേജിൽ പോകുമ്പോഴാണ്. ഇപ്പൊ 8-9 ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴേക്കും അത് നോർമലി ഉള്ള ഒരു ഫ്ലോയിലേക്ക് എത്തി. എന്തുകൊണ്ടാ, 7th ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴേക്കും I4 ഡീകോഡ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ദെൻ 8th ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴേക്കും ടാർഗറ്റിൽ നമ്മൾ ഡീകോഡിങ് തുടങ്ങിയിട്ടുണ്ട്. 9th ടാർഗറ്റ് +1 ഡീകോഡിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു നോർമൽ ഫ്ലോയിലേക്ക് നമ്മൾ പോകുന്നു. അഡ്വാൻസ് ആയിട്ട് ഫെച്ച് ചെയ്ത് ക്യൂവിൽ വെച്ചതുകൊണ്ടാണത്. ക്ലിയർ ആണോ സെവിൻ? കുറച്ച് ക്ലിയർ ആയോ സെവിൻ? സർ ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് എഴുതുക അവിടെ. Q reduce the impact of occasional delay. Q reduce the impact of occasional delay when fetching instruction. When fetching instruction. സേജൽ ക്ലിയർ ആണോ ആ ഒരു സെന്റൻസ്? Q ഒക്കേഷണൽ ഡിലേനെ ഒഴിവാക്കുന്നു. സേജൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈനിൽ എഴുതാം. ഈ ഒരു ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. എന്നിട്ട് എഴുതുക, when instruction I1 introduce 2 cycle stall. When instruction I1 introduce 2 cycle stall. I1 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, 2 സ്റ്റാൾ കണ്ടോ. നോർമലി E1 മാത്രം മതി, പക്ഷെ എക്സിക്യൂഷൻ ഇവിടെ 3 സ്റ്റേജസ് എടുക്കുന്നുണ്ട്. അപ്പൊ നോർമലി ഉള്ളതിനേക്കാൾ +2 എടുക്കുന്നുണ്ട്, 2 കൂടുതൽ എടുക്കുന്നുണ്ട്. എക്സിക്യൂഷൻ 1 2 3 3 ക്ലോക്ക് സൈക്കിൾ ടോട്ടൽ എടുക്കുന്നു, നോർമലി ഉള്ളതിനേക്കാൾ 2 നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഇൻട്രൊഡ്യൂസ് 2 സൈക്കിൾ സ്റ്റാൾ. നെക്സ്റ്റ് ലൈനിൽ എഴുതുക, ക്യൂ ലെങ്ത് rises to 3 in clock cycle 6. Queue length rises to 3 in clock cycle 6. ഇനി നെക്സ്റ്റ് ലൈനിൽ എഴുതാം, I5 is a branch instruction. I5 is a branch instruction and IK is the target. IK is the target fetched in clock cycle 7. IK is the target fetched in clock cycle 7. Next line എഴുതാ, we discard instruction I6. We discard instruction I6 during the execution of branch instruction. We discard I6 during the execution of branch instruction. Next line എഴുതാ, dispatcher unit start decoding instruction I4. Dispatcher unit start decoding instruction I4 in clock cycle 7. In clock cycle 7.
in clock cycle 7. Thereby pipelining flow continues. Thereby pipelining flow continues. Next line എഴുതാം. Next line എഴുതാം. Here fetch unit executed the branch instruction. Here fetch unit executed the branch instruction concurrently with the execution of other instruction. Concurrently with the execution of other instruction. This technique is called branch folding. This technique is called branch folding. രോഹിത് രമേശ്, രോഹിത് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തേ. എന്താ മനസ്സിലായത്? ഞാൻ റെസ്പോണ്ട് ചെയ്താലേ അറ്റൻഡൻസ് തരുള്ളൂ കേട്ടോ. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. രോഹിത് രമേശ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളിവിടെ പഠിപ്പിക്കാനിരിക്കുമ്പം ബുക്കും കാര്യങ്ങളും നിങ്ങളുടെ നെയിമും നോട്ട് ചെയ്യാനുള്ള എല്ലാ കുന്ത്രാണ്ടവും വെച്ചിട്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ മാർക്ക് ചെയ്യാനൊക്കെ എനിക്ക് പറ്റും. വേണം ഞാൻ ഒന്ന് വീഡിയോയിൽ വരാം. കണ്ടോ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടൊന്ന് എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, രോഹിത് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. രോഹിത് റെസ്പോൺസ് ഇല്ല. ഷബിൻ, സിഷാജ്, സിഷാജ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ ഒരു കുറച്ച് കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇതിൽ ഇത്ര സമയം കളയുന്നത്. അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകായിരുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സിഷാജ്, ഷബിൻ, നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് പേസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കണ്ടീഷണൽ ബ്രാഞ്ചസ് എന്ന് എഴുതാം. കണ്ടീഷണൽ ബ്രാഞ്ചസ്. കണ്ടീഷണൽ ബ്രാഞ്ചസ്. നോർമലി ബ്രാഞ്ചിങ് ഒരു പ്രോബ്ലം ആണെന്ന് നമ്മൾ പറഞ്ഞു. ബിക്കോസ് ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറൊരു ഇൻസ്ട്രക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ഇനി ബ്രാഞ്ചിങ് ട്രൂ ആണെങ്കിൽ നമ്മൾ ബ്രാഞ്ചിലേക്ക് പോകേണ്ടി വരും. കൺസിഡർ ചെയ്ത ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവോയ്ഡ് ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ റിസൾട്ട് ഓഫ് ബ്രാഞ്ചിങ് ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. നോർമലി നമ്മൾ കോഡ് എഴുതുമ്പോൾ ഒരു 20% ബ്രാഞ്ചും ഡൈനാമിക് ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിനെ മാനേജ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഹസാർഡിലേക്ക് പോകും. ഒന്നുകൂടി പറയാം, നോർമലി ഉള്ള ഫ്ലോനെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എഫക്ട് ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലായി. നോർമൽ പ്രോഗ്രാമിൽ ഒരു 20% ഒക്കെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ലൂപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ലൂപ്പ് എല്ലാം ബ്രാഞ്ച് തന്നെയാണ്. ഇഫ് കണ്ടീഷൻ ട്രൂ, വീണ്ടും വി ഹാവ് ടു ഗോ ടു സ്റ്റാർട്ടിംഗ് അഡ്രസ്. എഗെയിൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇഫക്റ്റ് ഓഫ് ബ്രാഞ്ചിങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ 20% ഇൻസ്ട്രക്ഷൻസും എന്താണ്? ബ്രാഞ്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ പ്രോപ്പർലി ഓർഡർ ചെയ്യണം. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇനി അതെങ്ങനെ ഓർഡർ ചെയ്യാം എന്നാണ് നമ്മൾ പറയുന്നത്. സപ്പോസ് ഒരു കോഡ് നിങ്ങളൊന്ന് എഴുതി വെക്കുക. സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യൂല. ഈ ഒരു കോഡ് നിങ്ങൾ എഴുതി വെക്കുക. ഈ ഒരു കോഡൊന്ന് എഴുതി വെക്കുക.
ഓക്കെ, ഈ ഒരു കോഡിൽ നിങ്ങൾ നോക്കുക. ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ വരക്കുവാണെങ്കിൽ ഞാൻ ഇതിനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു ഇൻസ്ട്രക്ഷൻ ഇവിടെ നിൽക്കട്ടെ. ഇതിനെയാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ ഇവിടെ നടക്കും. അതിന് 4 പാർട്ട് ഉണ്ട്. ഫെച്ച്, എക്സിക്യൂട്ട്, ഡീകോഡ്. ഡിക്രിമെന്റ്, ഇത് ഫെച്ച് ആണെന്ന് കരുതാം. ഡിക്രിമെന്റ് നടക്കും. ഇങ്ങനെ വരുമ്പോൾ 4 യൂണിറ്റ് ഉണ്ട്. 1 2 3 4. ദെൻ അഗൈൻ ഇറ്റ് ഈസ് ബ്രാഞ്ച്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നമ്മൾ ടേക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരും. 1 2 3 4. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രാഞ്ച് ടേക്ക് ചെയ്തോ ടേക്ക് ചെയ്തിട്ടില്ല, അത് നമ്മുടെ പ്രോബ്ലം അല്ല. നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളെ പ്രോഗ്രാം കൗണ്ടർ ആഡ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒരു ലൂപ്പാണ്, ആഡിനെയും ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നോർമൽ ഫ്ലോയിൽ അത് 1 2 3 4 ആഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ബ്രാഞ്ച് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് 0 ആണ് എങ്കിൽ നമ്മൾ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഈ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്തായി? വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഡിസിഷൻ അറിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്താൽ മതി. ഡിസിഷൻ അറിഞ്ഞിട്ട് നമ്മൾ ഫെച്ച് ചെയ്താൽ മതി. ഡിസിഷൻ ട്രൂ ആണെങ്കിൽ 0 ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്ക് പോകണം, അല്ല എങ്കിൽ മാത്രം നമ്മൾ നെക്സ്റ്റിലേക്ക് പോയാൽ മതി. പക്ഷെ അത് കൺസിഡർ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നമുക്കില്ല. എന്തുകൊണ്ടാ? ബ്രാഞ്ച് ഈക്വൽ ടു 0 ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത ഉടനെ അതിനെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സീക്വൻഷ്യലി നെക്സ്റ്റിനെ അത് ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയുന്ന കാര്യം ഒന്നുകൂടി മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ദെൻ ഡിക്രിമെന്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ബ്രാഞ്ച് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് മുന്നേ സീക്വൻഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിക്കോട്ടെ അതിനെ നമ്മൾ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് ട്രൂ ആണെങ്കിൽ നമ്മൾ എന്താ, ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. ലൂപ്പിലേക്ക് പോയിട്ട് ഉള്ള കാര്യങ്ങളാ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫെച്ച് ചെയ്ത് ഈ ഒരാളെ, ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ വേസ്റ്റ് ആക്കി കളയേണ്ടി വരും, അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഈ ഡിസിഷൻ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ആ ഡിസിഷൻ എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഇൻബിറ്റ്വീൻ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായാൽ മതിയായിരുന്നു. നേരെ ഈ ലൂപ്പിലേക്ക് പോകുന്നതിന് പകരം ഒരു ഇൻസ്ട്രക്ഷനും കൂടി അതിന് താഴെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അത് ലൂപ്പിലേക്ക് പോകില്ല. കാരണം ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടുമല്ലോ. ഡിസിഷൻ എടുക്കാനുള്ള ടൈം ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു താഴത്തെ എക്സാമ്പിളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതേ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒന്ന് റീറൈറ്റ് ചെയ്തു. എന്ത് ചെയ്ത് കണ്ടോ? ബ്രാഞ്ചിനെ രണ്ടാമതിട്ടിട്ട് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമ്മളെ ഇൻസ്ട്രക്ഷന്റെ താഴെ വെച്ചു. ഓക്കെ, അപ്പം ബ്രാഞ്ച് കഴിഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷന്റെ ഗ്യാപ്പ് വന്നു നമുക്ക്. അപ്പൊ ഈ ഒരു ലൂപ്പിലേക്ക് നമുക്ക് പോവാൻ ശരിക്കും ബ്രാഞ്ച് ഡിസിഷൻ കിട്ടിയിട്ട് മാത്രം പോയാൽ മതി. ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്ത്, ഒരാൾ ഓൺലൈൻ വരുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിവേദ്യ ഒന്ന് ഓൺലൈൻ വരൂ. നിവേദ്യ ഉണ്ടോ? ഓക്കെ, നിവേദ്യ ഒന്ന് ശ്രദ്ധിക്കുക. നിവേദ്യം കൂടി പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. നോർമലി നമ്മളൊരു ബ്രാഞ്ച് 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? അപ്പം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവും? നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെയും നമ്മൾ പൈപ്പ് ലൈനിങ്ങിലേക്ക് എടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? ഇനി ബ്രാഞ്ച് 0 ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? വീണ്ടും ലൂപ്പിലേക്കാണ് പോകേണ്ടത്. ശരിയല്ലേ? കണ്ടോ? ബ്രാഞ്ച് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ ഡിസ്കാർഡ് ചെയ്ത് കളയേണ്ടി വരും. ശരിയല്ലേ? അപ്പം ബ്രാഞ്ച് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയാൽ, കാരണം എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബ്രാഞ്ച് ടേക്കൺ ആണോ നോട്ട് ടേക്കൺ ആണോ എന്ന്. ആ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടണേൽ ഒരു ഡിലേ നമുക്ക് വേണം. ആ ഡിലേ ഉണ്ടാക്കണേൽ എന്ത് ചെയ്യണം? നമ്മൾ ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഈ പുറത്തുള്ള ലൂപ്പിലേക്ക് പോവാത്തൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം. കാരണം നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരു ലൂപ്പാണ്. അതിനുള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഐട്രേറ്റ് ചെയ്ത് പുറത്ത് വരാനൊക്കെയുള്ള റിസ്ക് ഉണ്ട്. അപ്പം ലൂപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ബ്രാഞ്ച് ഡിസിഷൻ ട്രൂ ഓർ ഫാൾസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ഡിലേയിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൂടി ഉണ്ടെങ്കിൽ ഡിലേ വെച്ചിട്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്യാം? ടേക്കൺ ആണോ, ഇതിപ്പം ബ്രാഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ലൂപ്പിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പം ഈ ലൂപ്പിലേക്ക് പോവാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ വെക്കണം. അപ്പൊ എന്ത് ചെയ്തു?
ബ്രാഞ്ചിന്റെ ഇൻ ബിറ്റ്വീൻ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷനെ നമ്മൾ വെച്ചു. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം? ബ്രാഞ്ച് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ഇൻസ്ട്രക്ഷന്റെ ഗ്യാപ്പ് നമുക്ക് കിട്ടി. 0 ആണെങ്കിൽ നമ്മൾ ലൂപ്പിലേക്ക് പോയാൽ മതി. ഇനി അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് ഈ ഒരു ഇൻസ്ട്രക്ഷന്റെ ഇതിലേക്ക് പോയാൽ മതി. എന്തെങ്കിലും മനസ്സിലായോ മക്കളെ? ഒന്ന് പറഞ്ഞേ. ഋത്തിക്, സുനിൽ, സങ്കീർത്തന ഒന്ന് ഓൺലൈൻ വന്ന സങ്കീർത്തന. സങ്കീർത്തന സാർ നെറ്റ് ഇഷ്യൂ ആയിട്ട് ഞാൻ റീജോയിൻ ചെയ്ത് ഇപ്പൊ. ഓക്കെ ഓക്കെ, ഞാനിതൊന്ന് ഒന്നുകൂടെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ ഫെച്ച്, അതിന്റെ ഡീകോഡ്, അതിന്റെ എക്സിക്യൂട്ട്, അതിന്റെ റൈറ്റ് ബാക്ക്. രണ്ടാമത്തത് ഡിക്രിമെന്റ് എന്ന് പറയുന്നത് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന്റെ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് ബ്രാഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ ആണ്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. അതിനെ ഫെച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആയ ആഡ്, ഈ നെക്സ്റ്റ് ലൂപ്പിന്റെ സംഭവത്തിനെ നമ്മൾ ഫെച്ച് ചെയ്തിട്ടുണ്ടാവും, ഡീകോഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും, എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും, റൈറ്റ് ബാക്കിന് കൊടുത്തിട്ടുണ്ടാവും. ഇനി ബ്രാഞ്ച് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഡിസിഷൻ ട്രൂ ആണെങ്കിൽ, ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ വീണ്ടും പോകേണ്ടത് എങ്ങോട്ടാണ്? ലൂപ്പിലേക്കാണ് പോകേണ്ടത്. ശരിയല്ലേ? ട്രൂ ആണെങ്കിൽ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. ആ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡീകോഡ് സ്റ്റേജിലേക്ക് എത്തണം. ഡീകോഡ് സ്റ്റേജിലേക്ക് എത്തണം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വേറൊരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഡിസിഷൻ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ലൂപ്പിലേക്ക് പോയാൽ മതി. 0 ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോകണം. 0 അല്ലെങ്കിലേ ശരിക്കും നമ്മൾ ഈ ആഡ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകണ്ടുള്ളൂ. അപ്പം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. അങ്ങനെ പോവണ്ട, ശരിക്കും നമ്മൾ ഈ ലൂപ്പിലേക്ക് പോവണ്ട, രണ്ടാമത്തെ ലൂപ്പിലേക്ക് പോവണ്ട. 0 ആണെങ്കിൽ നമ്മൾ മേലത്തെ ലൂപ്പിലേക്കാണ് പോകേണ്ടത്. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻ ലൂപ്പിലേക്ക് നമ്മൾ പോയി ഈ ഇൻസ്ട്രക്ഷന് നമ്മൾ വേറൊരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു കണ്ടതെങ്കിൽ ശരിക്കും ഈ ലൂപ്പിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയേനെ. അപ്പൊ എന്ത് ചെയ്തു? ഈ ലൂപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്താക്കി? ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അതിന് പകരം ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ ശരിക്കും നമ്മുടെ ബ്രാഞ്ചിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വഴി നമുക്ക് കിട്ടി. ഇതാണ് സംഭവം. മനസ്സിലായോ? നിവേദി എന്താ അവസ്ഥ? നേരത്തേനേക്കാൾ മനസ്സിലായില്ലേ? ഋഷ്വിൻ, നൂഹ, സാലിഹ്, ലിഖിത്ത്, ഫസ്ന, അനുപമ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കാര്യം മനസ്സിലായോ? രോഹിത് രമേശിന് മനസ്സിലായി. താങ്ക് യുടാ. നീ മുത്താണ്. അനുപമ, ഫസ്ന, അബ്ദുൽ ലത്തീഫ്. ഓക്കെ, അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്നുകൂടി കാണിക്കാം. ഇപ്പൊ നമ്മൾ ഒരു കളറ് മാറ്റുന്നുണ്ട്. നോർമലി നമ്മൾ ഈ ലൂപ്പ് എന്ന് പറഞ്ഞ സംഭവം വേറൊരു കോഡായിരുന്നു. നോർമലി ഫെച്ച് ചെയ്ത് നമ്മൾ ഈ ലൂപ്പിലേക്ക് വെറുതെ പോകുന്നതിന് പകരം ഡിസിഷൻ അറിഞ്ഞിട്ട് പോയാൽ മതി. ഡിസിഷൻ 0 ആണെങ്കിൽ നമ്മൾ മേലേക്കാണ് പോകേണ്ടത്. 0 അല്ലെങ്കിലേ ലൂപ്പിലേക്ക് പോകണ്ടുള്ളൂ. അപ്പൊ അതിന് കാരണമായിട്ട് വരുന്നത് നമ്മൾ ഈ ഫെച്ച് ചെയ്ത് വെക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എന്താക്കി? ഇതുമായി ബന്ധമില്ലാത്ത, ലൂപ്പ് അല്ലാത്ത ഒരു ഇൻസ്ട്രക്ഷൻ, ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ ആക്കി നമ്മൾ മാറ്റി. അപ്പൊ നമുക്ക് ഈ ഒരു ഡിലേ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ നിങ്ങളൊരു നോട്ട് എഴുതാം, എന്നിട്ട് നിങ്ങളെ ഞാൻ പെട്ടെന്ന് വിടാം. ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യാം. ഈ ഒരു ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം, അല്ലെ എഴുതുക. ഈ ഒരു പ്രോഗ്രാം ഒന്ന് എഴുതുക, ഇല്ലേ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യുക എന്ന് കരുതുന്നു. എന്നിട്ട് എഴുതുക. ഇൻ സെക്കൻഡ് പ്രോഗ്രാം we reordered the instruction. In second program, we reordered the instruction.
the shift instruction is fetched. നോക്കുക, the shift instruction is fetched while the branch instruction is being executed. Shift instruction കണ്ടോ, shift instruction is fetched while the branch instruction is executed. After evaluating the branch condition, processor can easily fetch the instruction. At loop or next. നെക്സ്റ്റ് ലൈനിൽ എഴുതാം, here shift left instruction is known as delayed branch instruction. Here shift ലെഫ്റ്റിനെ ഡിലേഡ് ബ്രാഞ്ച് എന്നല്ല പറയാ, ഈ ഒരു ഓപ്പറേഷനിൽ ആ ബ്രാഞ്ചിനെ ഡിലേ ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഡിസിഷൻ എടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻ. അതുകൊണ്ട് ഹിയർ ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് ഡിലേഡ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. used to reorder the instruction to improve the effectiveness of the program execution. നോക്കുക, നമ്മൾ പറഞ്ഞ ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താണ്? നമ്മുടെ ബ്രാഞ്ചിങ്ങിന് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ്. കാരണം ബ്രാഞ്ച് 0 ആണെങ്കിൽ ഇറ്റ് ഹാവ് ടു ഗോ ലൂപ്പ്, അതർവൈസ് ഇറ്റ് ഹാവ് ടു ഗോ നെക്സ്റ്റ്. അപ്പൊ അതെടുക്കാനുള്ള ഗ്യാപ്പ് കൊടുത്ത ഈ ഡിലേ ഉണ്ടാക്കിയത് ആരാണ്? ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് നമ്മൾ അവിടെ കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്. ഷിഫ്റ്റ് ലെഫ്റ്റിനെ നമ്മൾ ഒരിക്കലും ഡിലേ ഇൻസ്ട്രക്ഷൻ എന്ന് പറയില്ല. ആ ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അവിടെ ഷിഫ്റ്റ് ലെഫ്റ്റ് ആയിരുന്നു. ഇറ്റ് മേ ബി ആഡ് ഇൻസ്ട്രക്ഷൻ ആവാം, എന്ത് ഇൻസ്ട്രക്ഷൻ വേണമെങ്കിലും ആവാം. അപ്പൊ ഡിലേ ഉണ്ടാക്കിയ ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് പറയുന്നു? ഡിലേ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളെ പ്രോസസ്സറിന് പ്രോപ്പർ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റി. ട്രൂ ആണെങ്കിൽ അതിന് ഒരു സ്ഥലത്തേക്ക് പോകാനും പറ്റി, ഫാൾസ് ആണെങ്കിൽ അത് എങ്ങോട്ട് പോയാൽ മതി? നെക്സ്റ്റ്. അന്നേരം മാത്രം നമ്മൾ നെക്സ്റ്റിലേക്ക് പോയാൽ മതി. പ്രോപ്പർ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റി. ഇത്രയും പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടേ. സർ